ജീസസ് ക്രൈസ്റ്റിൻ്റെ യഥാർത്ഥ പേരെന്താണ്? 13 മുതൽ 29 വരെയുള്ള വയസ്സുകളിൽ അദ്ദേഹം എവിടെയായിരുന്നു? നമ്മൾ ഇന്ന് ചിത്രങ്ങളിൽ കാണുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ മുഖം യഥാർത്ഥമാണോ? അങ്ങനെ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ യഥാർത്ഥ മുഖം ഏതാണ്? ജീസസിൻ്റെ വിശുദ്ധ കുരിശിന് എന്ത് സംഭവിച്ചു? അതിപ്പോൾ എവിടെയാണ്? ഈ വീഡിയോയിലൂടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുകയാണ് ഞാൻ. വിളക്കിൻ്റെ വെളിച്ചത്തിൻ്റെ അറിവിൻ്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇസ്രായേലിൽ നസ്രേത്ത് എന്ന സ്ഥലത്താണ് ജീസസ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് സംസാരിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹീബ്രു ആയിരുന്നു. ചരിത്രമനുസരിച്ച് ജീസസിൻ്റെ യഥാർത്ഥ പേര് യേശുവ എന്നായിരുന്നു. യഹോഷുവ എന്ന നാമം ലോപിച്ച് യേശുവ എന്ന പേരുണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. യേശുവിൻ്റെ ജീവചരിത്രം പഠിക്കുന്ന പലർക്കും പൊതുവായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് 13 മുതൽ 29 വരെയുള്ള വയസ്സുകളിൽ യേശു എവിടെയായിരുന്നു എന്നത്. ശരിക്കും ഇതിനെക്കുറിച്ച് ബൈബിളിലോ മറ്റു ചരിത്ര രേഖകളിലോ ഒന്നിലോ പരാമർശിക്കപ്പെട്ടിട്ടില്ല. നല്ലൊരു ഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത് ഈ സമയം യേശു നസ്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ പ്രായത്തിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യേശു അദ്ദേഹത്തിൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും സഹായിച്ചുകൊണ്ട് നസ്രത്തിൽ തന്നെ താമസിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. ചെറിയൊരു ശതമാനം ചരിത്ര ഗവേഷകർ പറയുന്നത് ഈ സമയത്ത് യേശു ഹിമാലയത്തിലേക്ക് വന്നു എന്നതാണ്. അദ്ദേഹം ബുദ്ധ സന്യാസിമാരെയും പുരാതന ഇന്ത്യയിലെ യോഗിമാരെയും സന്ദർശിച്ചിരുന്നു അത്രേ. നസ്രത്തിൽ നിന്ന് ഹിമാലയം വരെ ഏകദേശം 4000 കിലോമീറ്ററാണുള്ളത്. വാഹനങ്ങളൊന്നും ലഭ്യമല്ലാതിരുന്ന അക്കാലത്ത് അദ്ദേഹം ഇത്രയും ദൂരം നടന്നു വന്നു എന്നതിന് ഒരു ചരിത്ര രേഖയിലും തെളിവുകളില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, നാം ഇന്ന് കാണുന്ന പല ചിത്രങ്ങളിലുമുള്ള യേശുവിൻ്റെ മുഖം യഥാർത്ഥമാണോ എന്നതാണ്. എന്നാൽ യേശുവിൻ്റെ യഥാർത്ഥ മുഖം പതിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന ഒരു തിരുക്കച്ച ഇറ്റലിയിലെ ടൂറിലെ ദേവാലയത്തിലുണ്ട്. ഷ്രൗഡ് ഓഫ് ടൂറിൻ എന്നാണ് ഈ തിരുക്കച്ച അറിയപ്പെടുന്നത്. ചരിത്രമനുസരിച്ച് യേശുവിൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങിയത് അരിമത്യാക്കാരൻ ജോസഫ് ആയിരുന്നു. അധികമാരും അറിയാതിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അരിമത്യാക്കാരൻ ജോസഫ്. തൻ്റെ ഗുരുവിൻ്റെ ശരീരം 14 അടി നീളമുള്ള ശുചിയായ ലിനൻ തുണി കൊണ്ട് പൊതിഞ്ഞ് പാറ കൊണ്ട് വെട്ടിയ പുതിയ കല്ലറയിൽ ജോസഫ് അടക്കം ചെയ്തു. മരിച്ചതിൻ്റെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് അദ്ദേഹം ശിഷ്യന്മാരോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അത് ശരിയാണോ എന്ന് പരിശോധിക്കാനും മൃതശരീരം അവിടെ നിന്ന് മാറ്റുന്നുണ്ടോ എന്ന് അറിയുന്നതിനും കാവൽക്കാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാർ അവിടെ ചെന്നപ്പോൾ കണ്ടത് ആ തിരുക്കച്ച മാത്രമായിരുന്നു. ആ തിരുക്കച്ചയിൽ അദ്ദേഹത്തിൻ്റെ മുഖവും ശരീരഭാഗങ്ങളും പതിഞ്ഞിരുന്നു. 1988 ടൂറിനിലെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ തിരുക്കച്ച കാർബൺ ഡേറ്റിങ്ങിന് വിധേയമാക്കി. ഒടുവിൽ അത് യേശുവിൻ്റെ കാലത്തേതാണ് എന്ന് അവർ കണ്ടെത്തി. ആ തിരുക്കച്ചയുടെ ഒരു ഫോട്ടോയിൽ നിന്ന് അവർ മറഞ്ഞിരുന്ന യേശുവിൻ്റെ മുഖം പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് അവരിത് ചെയ്തത്. അത് എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ യേശുവിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ നിധി അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുരിശായിരുന്നു. AD 312 റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ആകാശത്തിൽ വിചിത്രമായ ഒരു ആകൃതി കാണാനായിടയായി. അതൊരു കുരിശുമായി സാമ്യമുള്ളതായിരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് പുരാതന ക്രിസ്തീയ ചിഹ്നമായ കൈറോ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആ ചിഹ്നം തൻ്റെ രാജകീയ മുദ്രകളിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത്ഭുതമെന്നോണം പിന്നീട് നടന്ന എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം ജയിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് യേശുവിൽ വളരെയധികം വിശ്വാസമുണ്ടായി. യേശുവിൻ്റെ കുരിശു മരണവും തുടർന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ആ കുരിശ് കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ കുരിശ് കണ്ടെത്താനായി അദ്ദേഹം തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ഏറ്റവും വിശ്വസ്തയായ തൻ്റെ മാതാവിനെ ആ ദൗത്യം ഏൽപ്പിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവിൻ്റെ പേര് ഹെലന എന്നായിരുന്നു. ഹെലന ജെറുസലേമിലേക്ക് യാത്ര തിരിച്ചു. അവർ അവിടെയെല്ലാം വിശുദ്ധ കുരിശിനായി അലഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു കുരിശ് അവർക്ക് കണ്ടെത്താനേ സാധിച്ചില്ല. കാരണം അന്നത്തെ ക്രിസ്തുമത വിശ്വാസികൾ വിശുദ്ധ കുരിശ് എന്നേക്കുമായി മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വച്ചിരിക്കുകയായിരുന്നു.
നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഹെലന യേശുവിൻ്റെ കല്ലറ കണ്ടെത്തുന്നു. പക്ഷേ അതിനകത്ത് കയറി അവർ അത്ഭുതപ്പെട്ടുപോയി. അതിൽ 3 കുരിശുണ്ടായിരുന്നു. ദൈവപുത്രനായ യേശുവിൻ്റെ തിരുരക്തവും വിയർപ്പും പുരണ്ട ആ കുരിശ് എങ്ങനെ തിരിച്ചറിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ നിന്നു. പെട്ടെന്ന് അവർക്കൊരു ബുദ്ധി തോന്നി. രോഗവതിയായ ഒരു സ്ത്രീയെ അവിടേക്ക് കൊണ്ടുവന്നു. ആ 3 കുരിശിൽ നിന്നും ഓരോ കഷ്ണം തടി അവർ മുറിച്ചെടുത്തു. അത് ഓരോന്നും ആ രോഗവതിയായ ആ സ്ത്രീയുടെ തലയ്ക്ക് മുകളിൽ വെച്ചു. 1ഉം 2ഉം കുരിശിന്റെ തടി കഷ്ണങ്ങൾ വെച്ചപ്പോൾ അവർക്ക് വലിയ രൂപമാറ്റമൊന്നും കണ്ടില്ല. എന്നാൽ 3ാമത്തെ തടി കഷ്ണം വെച്ചപ്പോൾ അവരുടെ രോഗം മാറിയതായും അവർ സന്തോഷവതിയായും കാണപ്പെട്ടു. അപ്പോൾ ഹെലനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. താൻ അന്വേഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിധി ഇതുതന്നെയാണ്. അവർ ആ കുരിശിനെ 3ആയി ഭാഗിച്ച് അതിൽ ഒരു കഷ്ണം ജെറുസലേമിലെ ദേവാലയത്തിലും മറ്റുള്ള കഷ്ണങ്ങളുമായി അവർ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് യാത്ര തിരിച്ചു. ആ കുരിശിനെ വീണ്ടും കഷ്ണങ്ങളാക്കി അത് അവിടെയുള്ള വിശുദ്ധ ദേവാലയങ്ങളിൽ എന്നേക്കുമായി സംരക്ഷിച്ചു. ജീസസിന്റെ കഥകൾ എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതിയാവില്ല. തുടർന്നുള്ള വീഡിയോകളിൽ ഈ കഥകൾ തുടരും. പുതിയ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.